ഇന്ത്യയിലെ നവോത്ഥാന നായകൻ, സാമൂഹിക പരിഷ്കർത്താവ്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബ്രഹ്മസമാജിന്റെ സ്ഥാപകൻ, സതി എന്ന ദുരാചാരം നിർത്തലാക്കാൻ പോരാടിയ വ്യക്തി. ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. അതെ, രാജാ റാം മോഹൻ റോയ്, ദ ഗ്രേറ്റ് സോഷ്യൽ റിഫോമർ. ലോക ചരിത്രവും പുതിയ ആശയങ്ങളും ചിന്തകളും രാഷ്ട്രീയവും ഒക്കെ പുതിയ കാലത്തിന്റെ പഠന മേഖലകളിലേക്ക് കടന്നു വന്നപ്പോൾ മിക്ക മേഖലകളിലും സാമൂഹികമായ ഒരു മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കാനുള്ള വേദിയായി മാറി. അത്തരത്തിൽ ഒരു പരിവർത്തന കാലഘട്ടത്തിന്റെ തുടക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. അതുകൊണ്ടുകൂടിയുമാണ് അദ്ദേഹം നവഭാരതത്തിന്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആധുനിക നവോത്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഹിന്ദുമതത്തെയും സമുദായങ്ങളെയും പാശ്ചാത്യ രീതിയിൽ പരിഷ്കരിക്കപ്പെടുക എന്നതായിരുന്നു. 1772 മെയ് 22 ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച രാജാ റാം മോഹൻ റോയ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ഇടപെടുന്നതിനു മുന്നേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. 1814 ഉദ്യോഗം രാജിവെച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. മതം, സമുദായ പരിഷ്കാരം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, പത്രപ്രവർത്തനം തുടങ്ങി എല്ലാ മേഖലകളിലും പുതിയ വഴികൾ നിർമ്മിച്ചെടുക്കാനും ആധുനിക മൂല്യങ്ങളെ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. 1821 ബംഗാൾ സതി റെഗുലേഷൻ നടപ്പിലാക്കാനും സാധിച്ചു. പുരോഗമനപരമായ ഒരു ലോകത്തെപ്പറ്റിയും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയുമൊക്കെ ഇവിടെയും ഉണ്ടാകുന്നതിനും ആ തരത്തിലുള്ള ബോധം ജനങ്ങളിലേക്ക് വരുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വലിയ മാറ്റമുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുകയുണ്ടായി. പല മേഖലകളിലായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒട്ടേറെ വിദ്യാലയങ്ങൾ ഉയർന്നു വരികയും ഉണ്ടായി. സ്ത്രീ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തനങ്ങൾ നടത്തി. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ 1817 കൊൽക്കട്ടയിൽ സ്ഥാപിതമായ ഹിന്ദു കോളേജ് ആണ്. ഇത്തരത്തിൽ ഇന്ത്യയുടെ നവീനമായ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രയത്നിച്ച വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. സ്വാഭാവികമായി ഏതൊരു സമൂഹത്തെയും മാറ്റിയെടുക്കാനും പുരോഗമന ആശയത്തിലേക്ക് കൊണ്ടുവരാനും നല്ലത് മികച്ച വിദ്യാഭ്യാസം തന്നെയാണ്. ഇന്ത്യൻ പത്രത്തിന് ഇദ്ദേഹത്തിന് എന്ത് പങ്കാണുള്ളതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു കാണും. ഇന്ത്യൻ പത്രങ്ങളുടെ സ്ഥാപകനായിട്ടാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം 3 പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒന്ന് സമ്പദ് കൗമുദി, 1821 കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാളി ഭാഷയിലുള്ള പത്രം. ഇതിനർത്ഥം മൂൺ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിവൈഭവത്തിന്റെ ചന്ദ്രൻ എന്നൊക്കെയാണ്. രണ്ടാമത്തെ പത്രം മിറാത്തുൽ അക്ബർ, 1822 പേർഷ്യൻ ഭാഷയിൽ കൽക്കട്ടയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു. മിറർ ഓഫ് ന്യൂസ്, വാർത്തയുടെ കണ്ണാടി എന്നാണ് മിറാത്തുൽ അക്ബറിന്റെ അർത്ഥം. മൂന്നാമത്തെ പത്രമാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ, ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറക്കിയ പത്രം. ക്രൈസ്തവ മിഷണറിമാർ ഹൈന്ദവർക്കെതിരെ നടത്തുന്ന മതപരമായ പ്രചാരണങ്ങൾക്ക് തടയിടാനാണ് അദ്ദേഹം ഈ പത്രം തുടങ്ങിയത്. ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പേർഷ്യനും അറബിക്കും അടക്കം ഒരുപാട് ഭാഷയിൽ പ്രാവീണ്യം നേടിയിരുന്നു. ഈ പത്രങ്ങളെല്ലാം സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സതി നിർത്തലാക്കൽ, നിയമത്തിന് മുന്നിൽ സമത്വം, ഇംഗ്ലീഷ് മാധ്യമമാക്കിയുള്ള ആധുനിക വിദ്യാഭ്യാസം തുടങ്ങി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പത്രങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തെ ആധുനിക കാലത്തെ ആദ്യത്തെ യഥാർത്ഥ പത്രപ്രവർത്തകനായി കണക്കാക്കാം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും പിതാവുമായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ പത്രപ്രവർത്തന മേഖലയുടെയും അടിത്തറയിട്ടത് രാജാ റാം മോഹൻ റോയ് ആണെന്ന് പറയാം. എടുത്തു പറയേണ്ട ഒന്നാണ് ബ്രഹ്മസമാജം. 1828 ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബ്രഹ്മസമാജം ഉണ്ടാകുന്നത്. ഈ സംഘടനയിലൂടെ എല്ലാ മതക്കാരും ഒത്തുചേർന്ന് ഐക്യമുള്ള ഒരു ലോകം അദ്ദേഹം സ്വപ്നം കണ്ടു. ഇത്തരത്തിൽ ആ കാലത്ത് ഈ രീതിയിലൊക്കെ ചിന്തിച്ച നവീന ഇന്ത്യ എന്ന ആശയത്തിനായി നിലകൊണ്ട നവോത്ഥാന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജാ റാം മോഹൻ റോയ്. ഇടപെട്ട എല്ലാ മേഖലയിലും ഏറ്റവും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മാറ്റങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ സാമൂഹിക സാംസ്കാരിക പരിഷ്കരണങ്ങൾക്ക് അടിത്തറയിട്ടെന്ന് പറയാൻ രാജാ റാം മോഹൻ റോയ് 1833 ഈ ലോകത്തോട് വിട പറഞ്ഞത്.